ഇവിടെ അപ്പോൾ നമ്മളിന്ന് സംഗീത ഓഡീസിലാണുള്ളത്. അപ്പോൾ നമുക്ക് നിലവിൽ ഇവിടെ ഏതൊക്കെ വണ്ടികളിലാണ് വർക്ക് നടക്കുന്നത് എന്നുള്ളതിൻ്റെ ചെറിയൊരു അപ്ഡേറ്റ് നോക്കിയിട്ട് വരാം. അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കിട്ടിലൊരു 35 സീറ്ററാന്ന് തോന്നുന്നു ഇവിടെ കിടപ്പുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലൊരു പെയിൻറ് വർക്ക് കേട്ടോ ഈ വണ്ടിക്കകത്ത് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു. അതായത് നിലവിൽ ഇപ്പോൾ ഇവിടെ ഇത്രയും വണ്ടികൾ വർക്കിന് വന്നതിനകത്ത് ഈ ഒരു ബോഡിയിൽ ചെയ്തിരിക്കുന്ന ഈ ഒരു മാർക്കോപോളോ വണ്ടികളിൽ ഏറ്റവും ലുക്കുള്ളൊരു വണ്ടികളിലൊന്നാണ് കേട്ടോ. അതായത് നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ നമ്മളത് ഇപ്പുറത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇടം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വണ്ടി കിടപ്പുണ്ട്. മുഫാസ എന്നാണ് ഈ ഒരു വണ്ടിയുടെ എഡിഷനും വരുന്നത്. അപ്പോൾ ഇതും ബാക്ക് സെഡസ്ത്ര വന്നിട്ട് ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് ഫ്രണ്ടിലും സെഡസ്ത്ര ആണെന്ന് തോന്നുന്നു. ഇവിടെ വേറൊരു വണ്ടി കിടപ്പുണ്ടായിരുന്നു, ബാക്ക് സെഡോണും ഫ്രണ്ട് സെഡസ്ത്രയും. ഇത് ബാക്കും ഫ്രണ്ടും സെഡസ്ത്രയാണ്. ഇത് അവിടെ കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ബാക്ക് സെഡോണും ഫ്രണ്ട് സെഡസ്ത്രയും വരുന്ന ഒരു വണ്ടി. ഇത് നമ്മളിങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക് നല്ല അടിപൊളി ഒരു സെഡോണിൻ്റെ ലുക്കിലാണ് വന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു വണ്ടി സെഡസ്ത്രയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടി തൽക്കാലത്തേക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്, തൽക്കാലത്തേക്ക് വർക്ക് ചെയ്ത് പോവുകയാണ്. പോയിട്ട് ഓട്ടം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന രീതിക്കാണ് നമ്മൾ സെറ്റ് ചെയ്ത് വിടുന്നത്. ഇതാണ് ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക് എന്ന് പറയുന്നത്. റാങ്ക്ലർ എന്ന് പറയുന്നൊരു വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് സെഡസ്ത്രയും ബാക്ക് സെഡോണുമാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് നമ്മൾ തൽക്കാലത്തേക്ക് ഓട്ടം ഉള്ളതുകൊണ്ട് ചെറിയൊരു വർക്ക് ചെയ്ത് വിടുവാണ്. ഇതിനകത്ത് ഒരുപാട് വർക്കുകൾ ഇനിയും ചെയ്യാനായിട്ട് പെൻഡിങ് ആണ്. അപ്പോൾ അവർ ഓട്ടം ഓടിയിട്ട് തിരിച്ചു വന്നിട്ട് നമുക്ക് ബാക്കി വർക്കുകൾ ഈ വണ്ടിക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടെ ആയിട്ട് ഗെറ്റ് ഔട്ടിൻ്റെ ഒരു വണ്ടി വന്ന് നടപ്പുണ്ട്. ഈ ഒരു വണ്ടിയും വർക്ക് നടക്കാനായിട്ട് വന്ന് നടക്കുന്ന വണ്ടിയാണ്. ഇവിടെ ഓൾറെഡി ഒരു വണ്ടി നമ്മൾ ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പേര് മെസ്സേജ് ചോദിച്ചത് ഈ ബാക്കിലത്തെ ഈ ഒരു സ്റ്റിക്കറിനെ കുറിച്ചാണ്. ഞാൻ ലാസ്റ്റ് ഇട്ട ഒരു ജോബ് വേക്കൻസിയുടെ വീഡിയോയ്ക്കകത്ത് ഈ ഒരു സ്റ്റിക്കർ കണ്ടിട്ട് കുറേ പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഏതാ വണ്ടി എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇത്രയാണ് നമുക്കിവിടെ വർക്ക് നടക്കുന്ന വണ്ടികൾ. അപ്പോൾ അടുത്ത അപ്ഡേറ്റ് തൊട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.